ഫാസിൽ മുഹമ്മദിന് മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുമ്പോൾ വീണ്ടും ചർച്ചയായി ഫെമിനിച്ചി ഫാത്തിമ. കട്ടിലിൽ കിടന്നുറങ്ങുന്ന ഉസ്താദ്, ചെറിയ മകൻ, നായിക ഫാത്തിമ എന്നിവരിലൂടെയാണ് സിനിമയുടെ ആദ്യ ഫ്രെയിം തെളിയുന്നത്. അവിടെ തുടങ്ങുന്നു അച്ചടക്കമുള്ള സംവിധാന മികവ്. സിനിമ പുരോഗമിക്കുന്നതോടെ ഫാത്തിമയുടെ ജീവിതം അതിന്റെ ആഴങ്ങളിലെ വേദനയോടെ വെളിവാക്കപ്പെടുന്നു. എപ്പോഴും ഫാനിന്റെ സ്വിച്ചിടാൻ കൽപ്പിക്കുന്ന ഭർത്താവിനോട് എന്താ നിങ്ങളുടെ കൈ പൊങ്ങൂലയെന്ന് അവസാനം ഫാത്തിമ ചോദിക്കുന്നു. ഇതോടെ കട്ടിലിൽ കിടന്നുറങ്ങുന്ന ഉസ്താദിൽ നിന്നും സിനിമ വളർന്ന് സമൂഹത്തിലേക്ക് വികസിക്കുന്നു. ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ അതിന്റെ പേര് നേടുന്നതും പിന്നാലെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ചോദ്യമായി മാറുന്നതും. സാങ്കേതിക മികവുകളോ കലാപൂർണതയോ പതിവ് സങ്കലനങ്ങളോ അല്ല ഫെമിനിച്ചി ഫാത്തിമയെ വേറിട്ടതാക്കുന്നത്. കൊണ്ടാടപ്പെടുന്ന മലയാളി സമൂഹത്തിലെ സ്ത്രീ ജീവിതത്തിലെ ഒരു അടര് പ്രേക്ഷകന് മുന്നിൽ തുറന്നുവെക്കുകയാണ്. നിത്യജീവിതത്തിൽ സാധാരണമെന്നും ഗ്രാമീണമെന്നുമൊക്കെ സാമാന്യവൽക്കരിക്കാറുള്ള വിടവുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ സൂമിൻ ചെയ്യുന്നു. സ്വാഭാവികമായാണ് ഓരോ കഥാപാത്രവും വളർന്ന് വികസിക്കുന്നത്. അവരുടെ ജീവിതം പക്ഷേ സ്വാഭാവികമെന്ന പുരുഷ നോട്ട സമൂഹത്തിന്റെ വിധിന്യായങ്ങളിൽ നിന്നും കുതറി പുറത്തെത്തുന്നു. ഫാത്തിമയും ഭർത്താവും ഉമ്മയും കുട്ടികളും അയൽപ്പക്കത്തെ താത്തയും നാടും മീൻകാരനുമെല്ലാം മലബാറിലെ ജീവിതത്തിന്റെ സൗന്ദര്യമായി മാറുന്നു. അകത്തെ വലിയ മുറിവുകളോടെ വേഷങ്ങളെ സ്വാഭാവികമായും ലളിതമായും അവതരിപ്പിച്ചിട്ടുണ്ട്. IFFK ഫിപ്രസി മികച്ച അന്താരാഷ്ട്ര ചിത്രം, നെറ്റ്പാക്ക് മികച്ച മലയാള ചിത്രം, സ്പെഷ്യൽ ജൂറി അന്താരാഷ്ട്ര ചിത്രം, ഓഡിയൻസ് പോൾ അവാർഡ്, IFFK മോഹനൻ അവാർഡ്, BIFF ഏഷ്യൻ മത്സരത്തിൽ പ്രത്യേക ജൂറി പരാമർശം, ബിഷ്കെക് ഫിലിം ഫെസ്റ്റിവൽ, കിർഗിസ്ഥാനിലെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ്, ഫിപ്രസി ഇന്ത്യ 2024 മികച്ച രണ്ടാമത്തെ ചിത്രം, 2024 കേരളത്തിലെ മികച്ച ചിത്രത്തിനും മികച്ച രണ്ടാമത്തെ നായികയ്ക്കുമുള്ള ക്രിട്ടിക്സ് അവാർഡ്, മികച്ച സംവിധായകനും മികച്ച തിരക്കഥയ്ക്കുമുള്ള പത്മരാജൻ അവാർഡ്, മികച്ച ചിത്രത്തിനും മികച്ച രണ്ടാമത്തെ നടനുമുള്ള JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ്, മികച്ച നടിക്കും മികച്ച തിരക്കഥയ്ക്കുമുള്ള പ്രേം നസീർ ഫൗണ്ടേഷൻ അവാർഡ്, മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സത്യജിത് റായ് ഫിലിം സൊസൈറ്റി അവാർഡ്, ഇന്തോ ജർമ്മൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ്, മാൽബൺ ഫിലിം ഫെസ്റ്റിവൽ തിരഞ്ഞെടുപ്പ് എന്നിവയുൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങളും വേദികളുമാണ് ചിത്രത്തിന് ഇതിനോടകം ലഭിച്ചത്. സംവിധായകൻ ഫാസിൽ മുഹമ്മദ് തന്നെയാണ് ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നതും. വളരെ സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. അപ്പോൾ ആദ്യത്തെ സംവിധാനം എന്ന രീതിയിൽ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിൻ്റെ സമയം അതിൻ്റെ റിസൾട്ടായിട്ട് ഞാൻ അത് കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ സ്റ്റേറ്റ് അവാർഡ് മാത്രമല്ല, IFFKയിൽ നമുക്ക് ഒരു 5 അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം അവിടെ നിന്ന് കണ്ട് ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവൽ, പിന്നെ 2024 അനൗൺസ് ചെയ്ത മിക്ക അവാർഡുകളിലും നമ്മളെ ഫാത്തിമ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡിൽ നമ്മൾ പേര് വരികയാണ്. അത് 3 അവാർഡുകൾ കിട്ടി. ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത സിനിമയ്ക്ക് ഇത്ര അവാർഡുകൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. അതെ, അവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ദുൽഖർ പേപ്പർ പ്രൊഡക്ഷൻസ് ആണ്. തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. വിചാരിച്ച പോലെ ആളുകൾ അവിടെ തിയേറ്ററിലോട്ട് എത്തിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഓൾറെഡി OTT ഇമീഡിയറ്റ് റിലീസ് ഉണ്ട് എന്നുള്ളതാണ്. ആദ്യ സിനിമ ചെയ്ത പോലെ തന്നെ രണ്ടാം സിനിമ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പൊന്നാനിയിൽ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് താത്തമാരുണ്ട്. ലൈക്ക് ഈ ഫാത്തിമാരെ പോലത്തെ ഒരുപാട് താത്തമാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ അവാർഡ് സമർപ്പിക്കും. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.